നമസ്കാരം. ഞാൻ പ്രവീൺ പണിക്കർ, പെരിഞ്ചേരികളിരിക്കുന്നതാണ്. ചാത്തൻ്റെ ദോഷങ്ങൾ, ചാത്തൻ സ്വാമി, കുട്ടിച്ചാത്തൻ, കരിങ്കുട്ടി, ഇവരൊക്കെ പറയാം കേട്ടോ, ആ ഗണത്തിൽ വിടണതാ. അതിന് ദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരോ ക്ഷേത്രത്തിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥിതിയിലേക്കോ പോയി ചിലപ്പോൾ വല്ല ഫോട്ടോ അല്ലെങ്കിൽ തകിടോ അല്ലെങ്കിൽ വിഗ്രഹമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇത് വയ്ക്കുമോ നിങ്ങൾ നേരെയാവാന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ തന്നിരിക്കാം. നമ്മൾ സ്വാമീൻ്റെ വിശ്വാസം കൊണ്ട് ഇതൊക്കെ ചെയ്തിരിക്കാം. അതൊന്നും ദോഷമല്ല കേട്ടോ. സ്വാമീനെ മനസ്സറിഞ്ഞ് വിളിച്ചാൽ സ്വാമി എപ്പോഴും എല്ലാവരും കൂടിയുണ്ട്, അതിൽ ഒരു സംശയവും വേണ്ട. സ്വാമീനെ നമ്മളെങ്ങനെ ആരാധിക്കുന്നു അതിനനുസരിച്ചിട്ടാണ് ആളുടെ ശക്തിയും പവറും കാര്യങ്ങളൊക്കെ വരിക. സ്വാമി ഒരാളെയും ദോഷം ചെയ്യില്ല, ഒന്ന് മനസ്സിലാക്കിക്കോളൂ. ഇത്രയും നല്ല ശിവാംശം അടങ്ങിയിട്ടുള്ള ആ വിഷ്ണുമായ സ്വാമി ഒരിക്കലും പറക്കുട്ടി സ്വാമിയും അവന്മാർ തന്നെ കരിങ്കുട്ടിയും ഒരാളെ ഒന്നും ചെയ്യൊന്നുമില്ല. പക്ഷേ നമ്മൾ ആരാധിക്കുന്ന രീതി അനുസരിച്ചിരിക്കുന്നു. നമ്മളൊരാളെ ശത്രുവിനെ നശിപ്പിക്കാനോ മറ്റുള്ള കാര്യത്തിനോ വന്നാൽ നെഗറ്റീവായിട്ടാണ് സ്വാമിനെ വിളിക്കുക. അപ്പം സ്വാമിക്ക് വേണ്ടത് അപ്പപ്പ ചെയ്തു കൊടുക്കണം, അല്ലെങ്കിൽ അനർത്ഥം. അതിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ നമുക്ക് തിരിച്ച് കിട്ടി തുടങ്ങും. അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അല്ലാണ്ട് സ്വാമിയുടെ അവിടെ പോയിട്ട് ഒരു വെള്ളാട്ട് നിർത്തുക, അല്ലെങ്കിൽ സ്വാമിയുടെ ഏത് സ്വാമിയുടെ അടുത്ത് പോയിട്ടായാലും വഴിപാട് കഴിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നെഗറ്റീവായിട്ട് ആ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാമിക്ക് വേണ്ടത് അപ്പപ്പോൾ കൊടുക്കണം, അല്ലെങ്കിൽ അത് നമുക്ക് ദോഷമായിട്ട് ഭവിക്കും. ഇത്രയേ ഉള്ളൂ കേട്ടോ.